ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കല്യാണ സമയത്ത് തന്നെ പോലെ ഒരാളിനെ കണ്ടുകിട്ടാത്തത് എനിക്ക് വലിയ നഷ്ടമായി പോയി. അതിന് കണ്ടുകിട്ടിട്ട് എന്തിനാ? നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ സമയം കിട്ടിയാലേ അമ്മായിയല്ലേ ഏറ്റവും കൂടുതൽ സമയം സംസാരിക്കുന്നത്. അമ്മാവന് സംസാരം ഇല്ലല്ലോ. നവിന്റെ കുടുംബക്കാരെ കണ്ടാലേ അവൾക്ക് ഇത്തിരി കൊഞ്ചിക്കൊഴയില് കൂടുതലാ. അത് കണ്ടു നിൽക്കാൻ ചിലപ്പോ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. എന്താ മോളെ ഇത്? അവൾ ഈ വേഷം കെട്ടി നിൽക്കുന്നത് അവളുടെ ആവശ്യമല്ലല്ലോ, നമ്മുടെ ആവശ്യമല്ലേ. അപ്പൊ കുറച്ചൊക്കെ സഹിക്കുകയും പൊറുക്കുകയൊക്കെ വേണ്ടേ നമ്മള്? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷന്റെ മുന്നിലാണ് അവള് നിൽക്കുന്നത്. നവീൻ നോക്കുന്നത് അവളുടെ കണ്ണുകളിലേക്കാണ്. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അവരാരെങ്കിലും എന്തെങ്കിലും തിരിച്ചറിഞ്ഞാലുള്ള അപകടം നീ തന്നെ അങ്ങ് മനസ്സിലാക്കിയാ മതി. മോളെ, ദേ അവരെത്തി. നീ അകത്തോട്ട് ചെല്ല്. മോളെ ചെല്ലാൻ. മമ്മി ചെല്ല്. വരൂ വരൂ, എല്ലാരും വരൂ. കളരിക്കലിലെ പരമ്പരാഗതമായ ആഭരണങ്ങൾ അവളുടെ ശരീരത്തിൽ തൊടുമ്പോ അറിയാം ആ ശാപത്തിന്റെ ശക്തി. ഇരിക്കൂ. മോളെവിടെ സിത്താരെ? മോള് റെഡിയായിക്കൊണ്ടിരിക്ക. ഇപ്പൊ വരും. ഓ, ഇത് നമ്മുടെ കുടുംബച്ചടങ്ങല്ലേ, അതിനെന്തിനാ മോളിങ്ങനെ ഒരുങ്ങുന്നത്? അല്ല, അധികം ഒരുക്കമില്ലാത്ത മോളെ കാണാനാ ഒരു ചന്തം. മോള് വളരെ സിമ്പിളാണല്ലോ. ഒരുക്കങ്ങൾ അത്രക്കല്ലേ ഉള്ളൂ. അതാരാ അമ്മാവനോട് പറഞ്ഞ? ബ്യൂട്ടി കോntestൽ പങ്കെടുക്കുന്നത് അത്രയ്ക്ക് സിമ്പിൾ ആണോ? ഡ്യൂട്ടി സമയത്ത് പോലീസുകാര് യൂണിഫോം ഇടാറുണ്ടല്ലോ മോളെ. പക്ഷേ സ്വന്തം വീട്ടിലെ ചടങ്ങുകൾക്ക് അവരതിട്ട് നിൽക്കാറില്ല. കറക്റ്റ്. അളിയന്റെ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. സിത്താരെ, ഒരു വിളക്ക് കത്തിച്ചു വെക്കണം. വിളക്കിന് മുന്നിൽ വെച്ചാ ഈ ചടങ്ങ് നടത്തേണ്ടത്. സോറി, എനിക്കത് അറിയില്ലായിരുന്നു. ആഹാ, അതുപോലെ അറിയില്ല അല്ലേ? ഓ, കാശും പത്രാസും ഒക്കെ ഉണ്ടായി പിന്നെ ഇതൊക്കെ മറന്നുപോയി കാണും അല്ലേ? എന്താ അമ്മ ഇത്? നമ്മളിപ്പോ ഇവരെ എതിർക്കാനാണോ വന്നിരിക്കുന്നത്? ഈ കല്യാണം നടത്താനല്ലേ? ഞാൻ ചിലപ്പോ അത് മറന്നുപോകും. സുമിത്ര വരൂ, നമുക്ക് ആ വിളക്കെടുത്തിട്ട് വരാം. ചെല്ലേ. സാറേ, ഗാഥാമഠം വരാൻ ഇനിയും സമയം എടുക്കുമല്ലോ. സാറൊന്ന് പോയി നോക്കുന്നു. എടോ, താനൊന്നും മിണ്ടാതിരിക്കണോ മാണിക്കുഞ്ഞെ? അതെ എന്റെ പൊന്നു സാറേ, ഒരു കല്യാണത്തിന്റെ ചടങ്ങിന് നിൽക്കുമ്പോ ചെറുക്കനും പെണ്ണിനും കാണാനും സംസാരിക്കാനുമുള്ള അവസരം ഉണ്ടാക്കേണ്ടത് കൂടെ നിൽക്കുന്നവരുടെ ഡ്യൂട്ടിയാ. ഞാനത് ചെയ്തുള്ളൂ. എടോ മാണിക്കുഞ്ഞെ, എന്റെ കല്യാണ സമയത്ത്
തന്നെ പോലെ ഒരാളിനെ കണ്ടുകിട്ടാത്തത് എനിക്ക് വലിയ നഷ്ടമായി പോയി. അതിന് കണ്ടുകിട്ടിട്ട് എന്തിനാ? നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ സമയം കിട്ടിയാലേ അമ്മായിയല്ലേ ഏറ്റവും കൂടുതൽ സമയം സംസാരിക്കുന്നത്. അമ്മാവന് സംസാരം ഇല്ലല്ലോ. ഇവിടെ വെച്ചോളൂ. അമ്മേ, ചടങ്ങിന് മുഹൂർത്തമായോ? ആയി. കുട്ടിയെ വിളിച്ചോളൂ. സിനി, മോളെയും കൂട്ടിക്കൊണ്ട് വാ. അമ്മേ, ആഭരണങ്ങൾ ആദ്യം ഇടാം. അത് കഴിഞ്ഞിട്ട് പുടവ കൊടുക്കാം അല്ലേ? ആയിക്കോട്ടെ.